പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ യതോ യതോ നിശ്ചരതി യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത് ആത്മന്യേവ വശം നയേത്. യതോ യതോ നിശ്ചരതി യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത് ആത്മന്യേവ വശം നയേത്. ഈ പ്രായോഗിക നിർദ്ദേശങ്ങളൊക്കെ വളരെയധികം സ്നേഹത്തോടുകൂടി ഭഗവാൻ ഉപദേശിച്ചു. അവ നാം പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നു. എന്നാലും മനസ്സ് ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം എന്നില്ല. ആത്മസ്വരൂപത്തിൽ നിർത്തിയിരിക്കട്ടെ, നമ്മൾ നിർത്തി അപ്പൊ തന്നെ നമ്മുടെ പിന്നാലെ അത് വരും, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലങ്ങളിലോട്ട് പോവാം. അതിനാൽ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ അല്ലാതെ നമ്മുടെ മനുഷ്യ മനസ്സിൽ ഉള്ളതായിട്ടുള്ള വിചാരവികാരങ്ങളെ വേറെ ആർക്കും അറിയാൻ സാധ്യമല്ല. ഒരിക്കലും വേറൊരാളെ കുറിച്ച് നമുക്ക് മനസ്സിലാവാൻ പറ്റിയില്ല. അവനവനെ കുറിച്ച് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ പറ്റൂ ഇല്ല. കാരണം മനുഷ്യ മനസ്സിന്റെ സ്ഥിതി അതാണ്. അതിനാൽ ഇവിടെ ഭഗവാൻ പറയുന്നു യതോ യതോ നിശ്ചരതി. എവിടേക്കാണോ മനസ്സ് ചലിക്കുന്നത്, മനസ്സ് തെന്നിപ്പോകുന്നത്, യഥോ യഥോ നിശ്ചരതി. എവിടേക്കാണ് പോവുക? എവിടേക്കാണോ മനുഷ്യന് സുഖം ലഭിക്കുന്നത് അവിടേക്കും അത് പോവും. അത്ര തന്നെ. ഓരോരുത്തരുടെ മനസ്സിനും ഓരോരുത്തരുടേതായിട്ട് ഓരോ സുഖസങ്കല്പങ്ങൾ ഉണ്ടാവും. അതിന്റെ ഗതകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് അനായാസേന അങ്ങോട്ട് പോകുന്നു വേണ്ട, ഇപ്പൊ തന്നെ അവിടെ തന്നെയാണ് അല്ലേ? ഭഗവാൻ ഇവിടെ ഇതാ മനസ്സിന് ഒരു നിർവചനം തരുന്നു. ലോകത്തിലെ സമസ്ത മനഃശാസ്ത്രജ്ഞന്മാരും കൈകൂപ്പി വണങ്ങുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം, മനശ്ചഞ്ചലം അസ്ഥിരം. എന്താണ് മനസ്സ്? ചഞ്ചലം, അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അസ്ഥിരം, അതിനൊരു സ്ഥിരതയില്ല. യൂണിവേഴ്സൽ സൈക്കോളജിസ്റ്റ് ഈശ്വരനാണ് പറയുന്നത്.
അതുകൊണ്ട് ഒരു കാര്യം വ്യക്തം, നാം ആരോടും ചെന്ന് ആവലാതി പറയണ്ട. ഓ, എൻ്റെ മനസ്സിന് ഒരു സ്വാസ്ഥ്യവുമില്ല, ഒരു വിഷമവുമില്ല, ഒരു സെക്കൻഡ് പോലും അതിന് സ്ഥിരമായിട്ടിരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയാ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക, ഒന്ന് നിയന്ത്രിക്കുക. ആരും ആരോടും ഒരു കംപ്ലൈന്റ് പറയേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ മനസ്സിന് സ്വാസ്ഥ്യവും സമാധാനവും ഇല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തം, നിങ്ങൾക്കൊരു മനസ്സുണ്ട്. അതാണ് അതിന്റെ സ്വഭാവം. ചഞ്ചലം അസ്ഥിരം. മനസ്സിന് നിർമ്മിച്ചതായിട്ടുള്ള സൃഷ്ടാവാണ് പറയുന്നത്, മനസ്സ് ചഞ്ചലമാണ്, അത് അസ്ഥിരമാണ്. അതുകൊണ്ട് അതിനെ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ മനസ്സും അതിന് സ്ത്രീ ഭേദമില്ല. പ്രസിദ്ധ ഇംഗ്ലീഷ് കവിയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഫ്രെയിലിറ്റി ഈസ് ദൈ നെയിം ഓ വുമൺ എന്ന് ഷേക്സ്പിയർ പറഞ്ഞു. ചാബല്യമാണ് നിന്റെ പേര്, അല്ലയോ സ്ത്രീ എന്ന്. ഭഗവാൻ അത് അംഗീകരിക്കുന്നില്ല. സമസ്ത മനസ്സും ചപലതയോട് കൂടിയിട്ടുള്ളതാണ്. ചഞ്ചലം അസ്ഥിരം, മനസ്സിന്റെ നിർവചനം. ഈശ്വരനാണ് ആ നിർവചനം തരുന്നത്. ഓ, മനസ്സ് ചലിക്കാതിരുന്നാലോ, മനസ്സ് അസ്ഥിരമല്ലാതായാലോ, അത് മനസ്സല്ല. അതിനെ ചലിക്കാതിരിക്കുകയും സ്ഥിരമാക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ്. അതായത് മനസ്സുകൊണ്ട് മനസ്സിന് അതീതമാവുക, വിചാരങ്ങളിലൂടെ വിചാരത്തിന് അതീതമാവുക, തർക്കത്തിലൂടെ തർക്കത്തിന് അതീതമാവുക. യുക്തി കൊണ്ട് മാത്രം നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ സാധ്യമല്ല. പക്ഷെ യുക്തി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ പോൾ വാൾട്ട് ജമ്പിങ് ഒക്കെ ഉണ്ടല്ലോ, വലിയൊരു നീളമുള്ള കോലെടുത്തിട്ട് ഇങ്ങനെ ഓടി അടുത്ത് ചെന്ന് വലിയ ഉയരത്തിലൊക്കെ വെച്ചിരിക്കുന്നതായിട്ടുള്ള നെറ്റിന് മുകളിൽ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഈ വടിയും കൊണ്ട് ഇങ്ങനെ ഓടുന്നു. അവിടെ എത്തിയിട്ട് ദേഹം ഏകദേശം ആ നെറ്റിനടുത്തെത്തിയാൽ അത് കുത്തുമ്പോ ദേഹം ഉയരുന്നു, തന്നെ ഉയരും. അതോടുകൂടെ ആ നെറ്റിന്റെ അപ്പുറത്തേക്ക് ദേഹം കിടക്കുന്നു. അങ്ങനെ കിടക്കുമ്പോ ആ കോലിനെ ഇങ്ങോട്ട് ഇട്ടിട്ടല്ലേ കിടക്കുന്നത്, അങ്ങോട്ടേക്ക് തന്നെ ഏതാണോ എടുത്തു പൊക്കിയത് അത് അദ്ദേഹം കൊണ്ടുപോവോ? ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് ഇടണം. നമ്മളത് ഉയരാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. അതുപോലെ യുക്തിയെ ഉപയോഗിക്കുക. സത്യം യുക്തിക്ക് അതീതമാണ്. പക്ഷെ എന്താണോ യുക്തിക്ക് അതീതം അത് യുക്തിഹീനമല്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. എന്താണോ യുക്തിക്ക് അതീതം അത് യുക്തിഹീനമല്ല. വാട്ട് ഈസ് ബിയോണ്ട് ലോജിക് നീഡ് നോട്ട് ബി ലോജിക്കൽ. യുക്തിയെ നാം എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അപ്പുറം നമുക്ക് സാധ്യമല്ല. അതാണ് ഇവിടെ മനസ്സില്ലാതാവുന്നു. അമനീഭാവം എന്ന് ഉപനിഷത്ത് പറയുന്നു. മനസ്സുണ്ടെങ്കിൽ അത് ചലിക്കാം. ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തിലോട്ട് ചലിക്കാം. യഥോ നിശ്ചരതി, എവിടെയൊക്കെ മനസ്സ് ചലിക്കുന്നുവോ. കാരണം മനസ്സിന്റെ സ്വഭാവം ചഞ്ചലവും അസ്ഥിരവുമാണ്. തതസ്ഥതോ, അവിടെ നിന്ന് അത് ഏതേത് പദാർത്ഥങ്ങളിലോട്ട് പോയോ ആ പദാർത്ഥങ്ങളിൽ നിന്ന് നിയമീതത് വീണ്ടും വിളിച്ചു കൊണ്ടുവരിക. ചിലപ്പോൾ ശാസിക്കേണ്ടി വരും, ചിലപ്പോൾ അപേക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ അനുനയപൂർവം പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും വരില്ല. ഏത് മൂടാണെന്ന് അറിയില്ല, പറയാറില്ല നമ്മള്. ഓരോരുത്തരുടെ മനസ്സിനും അതാണ്.
അതുകൊണ്ട് ഏത് വിധത്തിൽ എന്നുള്ളത് ഓരോരുത്തരും ചിലപ്പോൾ അനുമതി ആവശ്യം, പ്ലീസ് പ്ലീസ് വൺസ് പ്ലീസ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. എന്നാൽ ഒരു പക്ഷേ നമ്മെ അനുഗ്രഹിച്ചു എന്ന് വരും. അതിലാ നമ്മൾ അതിനോട് ശക്തിപൂർവം ഇച്ഛാശക്തിയോടുകൂടെയൊക്കെ ചെയ്യാൻ നിന്നാലുണ്ടല്ലോ പരാജയം തന്നെ പല, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി കൂടുതൽ തകരാറാവും. അങ്ങനെയുള്ളവരാണ് പറയും, ഇതുവരെ ആൾ നന്നായിരുന്നു, ഗീത പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെക്കാട്ടിലും കഷ്ടമായി. ഇതൊക്കെ എന്ന് വെച്ചാൽ പക്വത ഇല്ലാതെ ആ നിർദ്ദേശത്തിന് ഏത് പ്രകാരമാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ കൊണ്ടുപോകേണ്ടതാണ്. എല്ലാറ്റിനും ഒരു അളവുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള മരുന്ന് തന്നെ ആ നിർദ്ദേശത്തിന് അനുസരിക്കാതെ ചെയ്താൽ അത് ആരോഗ്യത്തിന് ഹാനികരമാവില്ലേ? ചിലപ്പോൾ എന്നേക്കുമായി നിങ്ങളുടെ ഇവിടുന്ന് യാത്ര പറയേണ്ടിയും വരും. അതിന് ഡോക്ടറെയോ മരുന്നിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊരു ശാസ്ത്രമാണ്. മെഡിസിൻ ഒരു ശാസ്ത്രമാണ്. അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ ജീവിതം ഒരു ശാസ്ത്രമാണ്. മതവും തത്വശാസ്ത്രമാണ്. സയൻസ് ഓഫ് റിയാലിറ്റി, ഫിലോസഫി എന്ന് വെച്ചാൽ എന്താണ്? തത്വം ഒരു ശാസ്ത്രമാണ്. അതിൻ്റെതായിട്ടുള്ള ക്രമമുണ്ട്, അതിനൊരു രീതിയുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ ഇവിടെ വിരിക്കുന്നത് നോക്കൂ. ഓരോ പദങ്ങളും ശനൈ വളരെ വളരെ പതുക്കെ, യാതൊരു ബന്ധപ്പാടും വേണ്ട, മനസ്സിനെ അനുനയപൂർവം ഏതൊക്കെ വിധത്തിൽ അതിനെ സമീപിക്കണമോ അതുപോലെ സമീപിക്കും. മനുഷ്യ മനസ്സ് അത്യന്തം ശക്തമായിട്ടുള്ള ഒരു ഘടകമാണ്. ആധുനിക ലോകത്തെ സമസ്ത പുരോഗമനങ്ങളും ഏതേതു രംഗങ്ങളിൽ മനുഷ്യൻ അഭിവൃദ്ധി നേടിയിട്ടുണ്ടോ അതെല്ലാം മനുഷ്യ മനസ്സിന്റെ മഹത്വമാണ്. അത് നാഗരികതയായാലും ശരി, സംസ്കാരമായാലും ശരി, ചരിത്രമായാലും ശരി, ഭരണമായാലും ശരി, ശാസ്ത്രമായാലും ശരി, വിദ്യാഭ്യാസ രംഗം, വ്യവസായ രംഗം, കാർഷിക രംഗം, വിനോദരംഗം, കലാരംഗം, സമസ്ത രംഗങ്ങളിലും നാം ഉയർന്നതൊക്കെ തന്നെ മനുഷ്യ മനസ്സിന്റെ മഹത്വമാണ്. പക്ഷെ ഈ മഹത്വം മനസ്സ് ഏറ്റവും ഔന്നത്യത്തിലെത്തുമ്പോഴാണ്, അതായത് എല്ലാറ്റിൻ്റെയും ആധാരമായിട്ടുള്ളത്. അതിന് മനസ്സിനെ അഭ്യസിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കാൻ അറിയണം, സംസ്കരിക്കുവാൻ അറിയണം. നാം അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ശരീരമാണ്, ബാഹ്യപരമായിട്ടുള്ള രൂപമാണ്. അതല്ല, അത് വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം. യഥാർത്ഥത്തിലുള്ള നമ്മുടെ വ്യക്തിത്വം നമ്മുടെ മനസ്സാണ്. ശരീരം നമുക്ക് എപ്പോഴും എല്ലാവരുടെയും ആകർഷണം. മനസ്സോ അതിൽ അസഹനീയത, ക്ഷമയില്ലായ്മ, വെറുപ്പ്, മാത്സര്യം, അസൂയ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന. ബാഹ്യമായിട്ട് ആളെ കണ്ടാലോ എല്ലാം ഭംഗിയായിട്ടുള്ള. അതുകൊണ്ട് വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ വികസനം ആന്തരികമായിട്ടുള്ള നമ്മളുടെ ഉപകരണത്തെ ശ്രദ്ധിക്കുമ്പോഴാണ്. ഏത് മഹത് വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാലും ചേട്ടാ മനസ്സിന്റെ മഹത്വമാണ്. അതിന്റെ ഊർജത്തെ സമാഹരിക്കുന്നതായ രീതി, ശാസ്ത്രം. പ്രകാശം ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ പോകുന്നു. അത്രേ. ആരാ കണ്ടുപിടിച്ചത്? മഹാഭാരതത്തിൽ ഒരു സംഭവമുണ്ട്. ഞാനത് ഒരു വേറെ സന്ദർഭത്തിൽ അതിനുവിടെ പരാമർശിച്ചു. യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അർജുനന്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനോട് ഏറ്റവും വേഗത കൂടിയത് ഏതാണ് എന്ന്. ഇന്നും അന്തർദേശീയ തലത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ എന്തിനധികം കോൻ ബനേഗ ക്രോർപതിയിൽ പോലും ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രകാശം അല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അല്ലേ? സംശയമുണ്ടോ? ഏറ്റവും വേഗത കൂടിയത് ഇതാണ്.
പ്രകാശം എന്ന് പറയാം. കാരണം ഏറ്റവും വേഗത കൂടിയത് പ്രകാശമാണ്. ആധുനിക ശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ഇന്നത്തെ നിഗമനം. നാളെ എന്താ നമുക്ക് അറിയില്ല. പ്രകാശം എന്ന് പറയാം. കാരണം ഏറ്റവും വേഗത കൂടിയത് പ്രകാശമാണ്. ആധുനിക ശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ഇന്നത്തെ നിഗമനം. നാളെ എന്താ നമുക്ക് അറിയില്ല. പക്ഷേ കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പേയുള്ള ഇവിടുത്തെ ഇതിഹാസത്തിൽ ഇവിടുത്തെ ഒരു രാജകുമാരൻ, ഈ രാജകുമാരൻ ഈ ചോദ്യം തന്റെ മുമ്പിൽ വന്നപ്പോൾ എന്താണ് ഏറ്റവും വേഗത കൂടിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നില്ലേ? സാർ, മനുഷ്യ മനസ്സെന്ന് പറയും. ഫുൾ മാർക്ക് 10 crores അപ്പ് തന്നെ കൊടുത്തു. അതായത് ഇത്രയും കിലോമീറ്റർ വേഗതയിൽ പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നു എന്ന് കണക്കാക്കണമെങ്കിൽ മനുഷ്യ മനസ്സ് എത്രത്തോളം വേഗതയുണ്ടായിരിക്കണം? എന്തായാലും അതിനേക്കാൾ വേഗത വേണ്ട, അല്ലാതെ പറ്റുകയില്ലല്ലോ. നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് എല്ലാവരുടെയും ഇവിടെ തന്നെ ഉണ്ടെന്നാ വിചാരം. അയ്യോ, ഈ ചിരി തന്നെ അതിന്റെ പ്രമാണം. ഓ, ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് ഇവിടെ വന്നത്, ഇല്ലേ? അതായത് നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മുടെ മനസ്സ് വേണമെന്നില്ല. കാരണം ചഞ്ചലം, അസ്ഥിരം. അത് ചഞ്ചലമാണ്. ഒരിടത്തും അത് സ്ഥിരമായി ഇരിക്കുകയില്ല. ഒരു പദാർത്ഥത്തെ കുറിച്ച് തന്നെ അത് കുറെ നേരം ചിന്തിക്കുകയില്ല. എന്നാൽ അനവധി പദാർത്ഥങ്ങളെ കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുകയുമില്ല. അതാണ് അതിന്റെ സ്വഭാവം. ഇതിനെ മെരുക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുരുഷാർത്ഥമാണ്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മിത്രം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ മിത്രം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനെ സംസ്കരിച്ചെടുക്കുന്നത് ഈ രംഗത്ത് മാത്രം, ആധ്യാത്മിക രംഗത്ത് മാത്രമാണ്. വേറൊരിടത്തും സാധിക്കുകയില്ല. ഏത് രംഗത്തിനും അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്. കാരണം ഇവിടെ നിരർത്ഥകങ്ങളായിട്ടുള്ള പദാർത്ഥം, വായു, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ അച്ചടക്കത്തിന് വിധേയമാക്കുമ്പോൾ അത് മനുഷ്യന് സേവനം നൽകുന്നു. കയറിനകത്തുള്ള ട്യൂബ് വായുവാണ്. അതാണ് നമ്മളുടെ യാത്ര ചെയ്യാൻ സഹായിക്കുന്നത്. ഡിസിപ്ലിൻഡ് എയർ. പക്ഷെ ഇവിടെയുള്ള സമയത്ത് നിരർത്ഥകാണ്. കംപ്രസ്ഡ് എയർ. ലോഹത്തെ മുറിക്കാൻ സാധിക്കും, പാറയെ മുറിക്കുവാൻ സാധിക്കും. നിരർത്ഥകമായിട്ടുള്ള പദാർത്ഥത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള അച്ചടക്കത്തിന് വിധേയമാക്കുമ്പോൾ അതിന് എത്രത്തോളം സേവനം ചെയ്യാൻ സാധിക്കുന്നു. വിസർജ്യ വസ്തുക്കൾ, ഗോബർ ഗ്യാസ് എന്താണ് സാധനം? പശുവിന്റെയും എരുമയുടെയും അവന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്തത് വിസർജിക്കപ്പെടുന്നതായിട്ടുള്ള ചാണകവും മറ്റും സംസ്കരിക്കപ്പെടുമ്പോൾ, അതിനെ അച്ചടക്കത്തിന് വിധേയമാക്കുമ്പോൾ ഗോബർ ഗ്യാസ് നമ്മളുടെ അടുക്കളയിൽ സാധനം പാകം ചെയ്യുന്നു. അപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള, നിരർത്ഥകമായിട്ടുള്ളത്, പുറന്തള്ളിയതായ സാധനങ്ങൾ പോലും അച്ചടക്കത്തിന് വിധേയമാക്കിയെങ്കിൽ അതിന് എത്രത്തോളം സേവനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യ മനസ്സിനെ അച്ചടക്കത്തിന് വിധേയമാക്കിയാൽ എന്തുകൊണ്ട് അത് സേവനം ചെയ്യാൻ സാധിക്കില്ല? ഇത് കേട്ടാലും നമ്മൾ പറയും ചാണകം ശരി, പക്ഷെ ചാണകത്തിനേക്കാൾ കഷ്ടാണ് എൻ്റെ മനസ്സ്. ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മൂലം അവൻ പ്രവർത്തിക്കുകയില്ല. കാരണം അത്രയും അനന്തമായ ശക്തി അതിൽ ഒളിഞ്ഞിരിക്കുന്നു. ചഞ്ചലവും അസ്ഥിരവും എന്ന വാക്ക് സമസ്ത മനസ്സുകളുടെയും നിർവചനമാണ്.
അതുകൊണ്ട് നാം ഈ ഒരു സത്യം എല്ലാവരും അംഗീകരിക്കുക. എല്ലാവരുടെ മനസ്സും ചപലമാണ്, എല്ലാവരുടെ മനസ്സും ബഹിർമുഖമാണ്, എല്ലാവരുടെ മനസ്സിനും സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പക്ഷേ ആ ചഞ്ചലവും അസ്ഥിരവുമായിട്ടുള്ള മനസ്സിനെ ഭഗവാൻ ഇവിടെ നിയന്ത്രിക്കുവാൻ പറയുന്നു, നിയന്ത്രിക്കുവാൻ ശ്രമിക്കുവാൻ പറയുന്നു. യഥോ എവിടെയൊക്കെ അത് തെന്നിപ്പോകുന്നുവോ, ചഞ്ചലവും അസ്ഥിരവുമായിട്ടുള്ള ഈ മനസ്സ് എവിടെയൊക്കെ തെന്നിപ്പോകുന്നുവോ, തതസ്ഥതോ അവിടേക്ക് പോവുക. അതായത് അതിന്റെ പിന്നാലെ പോയി വീണ്ടും ലക്ഷ്യത്തെക്കുറിച്ച് അതിനെ ഉദ്ബോധിപ്പിക്കുക. തതസ്ഥതോ നിയമ്യേത് ആത്മന്യേവ വശം നയേത് എന്ന് പറയുന്നു. ആത്മസ്വരൂപത്തിലോട്ട്, അതായത് മനസ്സ് തെന്നിപ്പോകുന്നത് അതിനവിടെ സുഖം കണ്ടിട്ടാണ്, അവിടെ സുരക്ഷിതത്വം കണ്ടിട്ടാണ്, അവിടെ ആനന്ദം കണ്ടിട്ടാണ്. വീണ്ടും അതിനെ ഉദ്ബോധിപ്പിക്കുക. ഇത്ര കാലം അത് ചെയ്തുകയില്ലേ, ഇത്രയും കാലം സുരക്ഷിതത്വം അനുഭവിച്ചുവോ? അപ്പോൾ ആ സമയത്ത് മനസ്സിനെ ഉദ്ബോധിപ്പിക്കണം. അതിനൊരു ശ്രമം വേണം. അതായത് ഒരു സ്വാമിയുണ്ട് എന്ന് മനസ്സിന് അറിയണം എന്നർത്ഥം. സ്വാമി എന്ന് വെച്ചാൽ തന്നെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ട് എന്നർത്ഥം. ഇന്ന് നാഥനില്ല ആർക്കും. ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും പോകും മനസ്സ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനെ നിങ്ങൾ തന്നെ നിരീക്ഷിക്കുക. സദാസമയവും നിരീക്ഷിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്നെ നിരീക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിന് തന്നെ ഒരു ഭയവും ഒരു ലജ്ജയും തോന്നും. സാധാരണ സംഭവിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും, പക്ഷെ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് അങ്ങനെ പോവും, നമ്മൾ അതിന്റെ പിന്നാലെ പോവും. അത് പാടുകയില്ല. മനസ്സ് പോകുന്നതായിട്ടുള്ള സ്ഥലത്ത് മനസ്സ് അവിടെ നിന്ന് കൊണ്ടുവരണം. വീണ്ടും വീണ്ടും മനസ്സിനെ ആവർത്തിച്ച് അഭ്യസിപ്പിക്കണം എന്നത്. മനുഷ്യ മനസ്സിന് അനവധി അറകളുണ്ട്, അനവധി സാധ്യതകളുണ്ട്. അതെല്ലാം ഇന്ന് ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം അതിന് ക്രിയാത്മകമായിട്ടുള്ളൊരു ദിശാബോധമില്ല. അത് കാണുന്നതൊക്കെ അല്പങ്ങളായിട്ടുള്ള നേട്ടങ്ങളാണ്. ഒരു പരീക്ഷ പാസ്സാകുക, ഒരു ജോലി കിട്ടുക, ഒരു വീട് കിട്ടുക, കഴിഞ്ഞു. അതിലുപരി ഒന്നും ചിന്തിക്കുന്നില്ല. മാക്സിമം മനസ്സിന് വ്യാപരിക്കാവുന്നതാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും? അതായത് അവന്റെ സുരക്ഷിതത്വം, അവന്റെ സാമ്പത്തിക വികസനം, അവന്റെ കുടുംബത്തെയും അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ കവിഞ്ഞ് നമ്മൾ അത് മുമ്പിലോട്ട് പോകുന്നില്ല. ഗവൺമെന്റ് ഏത് ആൾക്കാരായാലും വിരോധമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ഉള്ള ആൾക്കാരായാലും വിരോധമില്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങുമ്പോൾ നമ്മയൊക്കെ ബാധിക്കുന്നു. നമ്മൾ കണ്ടെടുത്തത് പോലെയാണ്. അതെത്ര ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും? നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാതെ, കാരണം അത് നമ്മെ ബാധിക്കും. അത് അവരുടെ കടമാണ്. നമ്മളെന്താ, നമ്മളുടെ ഫിനാൻസിനൊന്നും അത് ബാധിക്കില്ല പറയാൻ പറ്റുമോ? ഇല്ല. കാരണം സെൻട്രൽ ഗവൺമെന്റ് കടമെടുക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെ അവർ തിരിച്ചടയ്ക്കും? നമ്മൾ നിന്ന് വസൂലാക്കിയിട്ട്. പിന്നെ എങ്ങനെ അവർ തിരിച്ചടയ്ക്കും? അതുകൊണ്ട് സാധനങ്ങളുടെ വില കയറും, ടാക്സിന്റെ സ്ലാബ് വർദ്ധിക്കും, നമ്മെ ബാധിക്കുന്നു. അതായത് അവിടെ എടുക്കുന്ന കടം നമ്മളുടെയും കടമാണ്. ഇത് എത്ര പൗരന്മാർക്ക് ഈ ബോധമുണ്ട്? അതുപോലെ തന്നെ ടാക്സേഷൻ നമ്മൾ ഓരോരുത്തരും എയിം ചെയ്യുന്നു. നമ്മുടെ വരുമാനം നാം പ്രഖ്യാപിക്കണം. ഇൻകം ടാക്സ് കമ്മീഷണറും ഇൻകം ഡിക്ലെയർ ചെയ്യണം. നമ്മളത് ഇത് നമ്മുടെ, ബാക്കി നമ്മുടെ അല്ല. അതായത്
ടാക്സിന് എമൗണ്ട് നമ്മുടെ അല്ല. കാരണം എന്താ, അത് പോവും, അത് പിടിക്കും, ഇങ്ങനെയൊക്കെയാ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പോവും. ഈ പിടിച്ച എമൗണ്ട് എങ്ങോട്ടേക്കാണ്? നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. നമ്മൾ സഞ്ചരിക്കുന്നതായ റോഡ്, നമ്മൾ സഞ്ചരിക്കുന്നതായ റെയിൽ, നമ്മൾ പോകുന്നതായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പബ്ലിക്കായിട്ടുള്ള സമസ്തവും എങ്ങനെയാണ് ഗവൺമെന്റ് നോക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ സ്വകാര്യ പണം പോലെ തന്നെയാണ്. ആ സ്വകാര്യ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ടാക്സ് എമൗണ്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി. ഇങ്ങനെ എത്ര ആൾക്ക് ചിന്തിക്കാൻ പറ്റും? ടാക്സ് കൊടുക്കുന്നവർ പോലും. ആലോചിച്ച് നോക്കൂ. കാരണം ആ പണം ഞാൻ ഏൺ ചെയ്യുന്നതാണ്, ഞാൻ ദേശത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നു. ഈ ബഹുമാനം വേണം. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ കാര്യങ്ങൾക്കും ചെലവാക്കുന്നത് പോലെ ആ പണം ചെലവാക്കുന്നു എന്ന് തോന്നിയാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ മനസ്സിന്റെ ഞാൻ വ്യത്യസ്ത ഭാവങ്ങൾ എങ്ങനെയാണ് മനസ്സ് വികസിക്കുക എന്ന് പറയുക. അത് എന്റെ രാജ്യമാണ്. അവിടെ പ്രത്യേകിച്ചിട്ട് അവർക്ക് പല വൈകല്യങ്ങളുണ്ടെങ്കിലും ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവരൊന്നാണ്. ഇവിടെ വരുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയുന്നതാണ് അമേരിക്ക എന്ന് പറയും. ഏകം സ്റ്റേറ്റ് പല ഭാഗങ്ങളിൽ നിന്നായിരിക്കും വരുന്നത്. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയില്ല. ഓ തമിഴിനാ, ഗുജറാത്തിയാ, അല്ലെങ്കിൽ ഇവിടെ വന്നു കേരള, ഓ കേരള, ട്രാവൻകൂറ, മലബാർ, വീണ്ടും കോഴിക്കോടാ, കോഴിക്കോടെന്ന് പിന്നെയും ചോദിക്കും. പേരാമ്പ്രയാണോ, ഫറൂഖാണ്. അതായത് ഒരു ഏകത, ഒരു ഏകഭാവം വരുന്നില്ല. വീണ്ടും നമ്മൾ ചിഹ്നിക്കുന്നു, ഭിന്നമാവുന്നു. അതായത് സെൽഫ് ടാക്സേഷൻ എപ്രകാരമാണ്? രാഷ്ട്രത്തിന്റെ ക്ഷേമം എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഏൺ ചെയ്യുന്ന പണം ഞാൻ രാഷ്ട്രത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഭാവം ഉണ്ടാവുക. ആ ഒരു ഭാവം ഉണ്ടാവുമ്പോൾ മനസ്സിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഭാവം, ഒരു പൗരബോധം, ഒരു രാഷ്ട്രക്ഷേമബോധം മുതലായവ ഉണ്ടാവുന്നു. ഇതുപോലെ മനസ്സ് തത്വശാസ്ത്ര പരിശീലനത്തിൽ ഉയരണം, ജഗത്തിന് മുഴുവനും സമാശ്ലേഷിക്കുന്നതിന് വേണ്ടി. കൂടുതൽ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം.